സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. എന്റെ ലിറ്റിൽ വേൾഡ് ആണ് ഇത്, അറിയാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് തെരച്ചി രണ്ട് നെയിംസാ ഉള്ളത്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ഓൾമോസ്റ്റ് തെരച്ചി എന്നാണ് പറയുന്നത്. കുറച്ച് ആ ഫിഷ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഫാമിലിയിൽ അതുണ്ടാക്കുന്ന ഒരു ഡിഷുണ്ട്, അതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയാ, ഈ കൈ സാധനം ചെയ്യുന്നുണ്ടോ, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾസിന് കുഞ്ഞടിക്ക ഈ സംഭവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ടില്ലാത്തവർ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത സെക്ഷൻ നമുക്ക് പോവാം, കുക്കിംഗ് വീഡിയോ. ഇതിലേക്കായി 1/2 കിലോയോളം തെരച്ചി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. നല്ലതുപോലെ വാഷ് ചെയ്യണം കേട്ടോ, ശരിക്കും മണ്ണ് കാണും. കട്ട് ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഒരു നേക്കിനെ കട്ട് ചെയ്താൽ ഓക്കെ ആവും. അപ്പോൾ ഇത്ര മീനാണ് അളവ്, കണ്ടല്ലോ, പീസിന്റെ അളവ് കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് കാണിക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു സവാളയാണ് കേട്ടോ. വലിയ സവാള അല്ലെങ്കിൽ മീഡിയം 2 സവാള, ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഈ ഒരു അളവിൽ സ്ലൈസ് ആക്കി, ഒരു 2-3 വെളുത്തുള്ളി സ്ലൈസ് ആക്കിയത്, 2 തക്കാളി, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇതിന് നമുക്ക് എങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എടുത്തു വെച്ച് 1/2 കിലോ തെരച്ചിലേക്കുള്ള മസാല കൂട്ടൊന്ന് തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്ക് ഈ അളവിൽ ഈ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 വേണ്ട കേട്ടോ, തികച്ച് ഒരു 1.5 സ്പൂൺ മതി മല്ലിപ്പൊടി. അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇതിന് കുറഞ്ഞ സിമ്മിലിട്ട് നല്ല ഡാർക്കായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കണം. ഈ കൂട്ടിൻ്റെ ഈ മസാല കൂട്ടിലാണ് നമ്മൾ ഈ വെക്കുന്ന തെരച്ചി മീനിന്റെ കറിയുടെ ടേസ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ കറിക്കൂട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിനൊന്ന് ഡാർക്ക് ആക്കണം. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഒരു മൺചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആദ്യം നമുക്ക് കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഉലുവ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം വേണം കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന അതും കൂടി അതിൽ കൂടെ ചേർക്കുക. നല്ലൊരു ഫ്ലേവറായിട്ടാ. ഇതൊക്കെ എൻ്റെ ഓൺ ടിപ്പാണ്, അങ്ങനെ വെളുത്തുള്ളി ഇടുന്നതൊക്കെ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി, സവാള എല്ലാം കൂടി ആ കൂട്ടിലേക്ക് ഇടുക. 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുകൂടി ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേണം ഈ കൂട്ടെല്ലാം നല്ലപോലെ വെന്ത് നല്ല ഒരു കുഴമ്പ് രൂപത്തിലാകാം. അപ്പോൾ ഈ കൂട്ടിനെ എല്ലാം കുറഞ്ഞ സിമ്മിലിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഏകദേശം. ഇടയ്ക്കൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കുക. അപ്പോഴത്തന്നെ നോക്കിക്കേ, എല്ലാം നല്ല സ്മാഷായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ആ കറിക്കൂട്ടുണ്ടല്ലോ,
അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇപ്പോൾ സിം കുറച്ചാണ് വെച്ചിരിക്കേണ്ടത് കേട്ടോ. അതിൽ കൂടി തന്നെ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തിരച്ചി മീനിൻ്റെ പീസസും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇട്ടിരിക്കുന്ന കറി എല്ലാ കൂട്ടുകളും അതിൽ നല്ലതുപോലെ ചേരുന്ന രീതിയിൽ മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഈ ഒരു ബൗളിൽ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ആ വെള്ളവും കൂട്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 7-8 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. 5 മിനിറ്റ് വേകേണ്ട ആവശ്യമേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഇത് കുക്കായി കാണും. കണ്ടോ? ഈ ഒരു ഗ്രേവി ടൈപ്പാണ് നിങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത്തിരി കൂടെ തിക്കായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഡ്രൈ ആക്കാൻ. അപ്പോൾ ഡ്രൈ ആക്കിയതിന് ശേഷം ഇതെങ്ങനെയാണ് ഒന്ന് സെർവ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ തിരച്ചി കൂട്ടിനെ കപ്പയോട് ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെയും തോന്നുന്നു തിരച്ചി. ശരിക്കും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, പെറോട്ടയുടെ നല്ല കോമ്പിനേഷനാണ്. കണ്ടോ മീനൊക്കെ കണ്ടോ? ചൂട് കേട്ടാ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ. പൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും, ചിലർക്ക് ഈ മീൻ ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല കേട്ടോ, പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തും കൂടെയാ ഈ ഒരു ഡിഷ് ഇടണമെന്ന്. അപ്പോൾ നിങ്ങൾ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. എൻ്റെ കൂടെ കഞ്ഞി കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പറായിരിക്കും. വേറൊരാളെ കൂടി കൊണ്ട് കഴിപ്പിക്കുക കേട്ടാ. റിട്ടയർഡ് ഷെഫാ. എങ്ങനെയുണ്ട് തരണ്ടി? ഇത് പണ്ട് ഞാൻ വെച്ചിട്ടില്ല കേട്ടാ. ഇതൊക്കെ പണ്ട് ഞാനും വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഉമ്മ വയ്ക്കുന്നതിന് എത്ര രുചിയുണ്ടാ? രുചിയുണ്ട് മോളെ. അതാ വെറുതെ പറയുന്ന സത്യം. ഇത് ഭയങ്കര ഷെഫായിരുന്നു കേട്ടാ. റിട്ടയർഡ് ആയിപ്പോയി. പക്ഷെ ഇപ്പോൾ ഇപ്പോഴും വെക്കൂ. കഴിച്ചോളൂ. കഴിച്ചു നോക്കിക്കേ. ഒന്ന് പറ കഴിച്ചിട്ട് അഭിപ്രായം പറ. ഞാൻ മാത്രം കഴിച്ചിട്ട് പറഞ്ഞാൽ പോലല്ലോ. കൊള്ളാം. എരിവൊക്കെ ഉണ്ടാ? എരിവൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല വെറൈറ്റി ഒരു ഡിഷാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് പറയുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.